നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പുരസ്കാരത്തിളക്കവുമായി കേരള ടൂറിസം സാങ്ച്വറി ഏഷ്യ അവാർഡ് മന്ത്രി ഏറ്റുവാങ്ങി. 2765 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം കാർഷിക മേഖലയ്ക്ക് കുതിപ്പ് നൽകും. മന്ത്രി പി പ്രസാദ്. ജനവിധിയല്ല ഇത്, EVM-ന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിധി. താക്കറെയും സംഘവും സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വിധി പറയൽ മാറ്റി വിവരാവകാശ കമ്മീഷൻ. CPIM മട്ടന്നൂർ ഏരിയ സമ്മേളനം തുടങ്ങി. കാർഷിക മേഖലയ്ക്ക് 2765 കോടി രൂപയുടെ ലോകബാങ്ക് സഹായം ലഭിക്കുന്നതിനുള്ള അന്തിമാനുമതി ലഭിച്ചതായി കൃഷി മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഇത്രയും വലിയ നിക്ഷേപം കേരളത്തിന്റെ കാർഷിക വിപണിക്ക് ശക്തി പകരും. ഇതിൽ 500 കോടി രൂപയും നെൽകൃഷി മേഖലയ്ക്കായി നീക്കിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്ര മങ്കോമ്പിന്റെ പുതിയ ഓഫീസ് കെട്ടിടം കളർകോട് അഗ്രി കോംപ്ലക്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1950 ശേഷം ഇത്രയും വലിയ സഹായം കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നത് ഇപ്പോഴാണ്. കൃഷി ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും വളവും ഉൾപ്പെടെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീഴിൽ എത്തിക്കുന്ന 36 കോടി രൂപയുടെ അഗ്രിമാൾ അമ്പലപ്പുഴയിലാണ് തുടങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥാധിഷ്ഠിത ഇൻഷുറൻസ് നടപ്പിലാക്കിയതിലൂടെ വിളവ് കുറഞ്ഞാലും കർഷകന് ഇൻഷുറൻസ് തുക ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കീടരോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പുതിയ ഓഫീസിൽ നടക്കുക. ബയോ ഇൻപുട്ട് ലാബ്, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് തുടങ്ങിയ സജ്ജീകരണങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ MLA H സലാം ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, KLDC ചെയർമാൻ PV സത്യനേശൻ എന്നിവർ മുഖ്യ അതിഥികളായി. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗം ജയലേഖ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അമ്പിളി, ആത്മ പ്രൊജക്ട് ഡയറക്ടർ സഞ്ജു സൂസൻ മാത്യു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് R രാഹുൽ, EK ജയൻ, അഡ്വക്കേറ്റ് പ്രദീപ് കുട്ടാല, അഡ്വക്കേറ്റ് നാസർ പൈങ്ങാമടം, ജമാൽ പള്ളുത്തുരുത്തി, സജീവ്, പ്രൊജക്ട് ഡയറക്ടർ PT നിഷ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിന്ധു L എന്നിവർ സംബന്ധിച്ചു. ന്യൂഡൽഹി. കേരള ടൂറിസം വീണ്ടും പുരസ്കാര നിറവിൽ. സുസ്ഥിര വിനോദസഞ്ചാര മേഖലയിൽ നടത്തുന്ന നൂതനമായ പദ്ധതികൾക്കുള്ള അംഗീകാരമായി TOF ടൈഗേഴ്സിന്റെ സാങ്ച്വറി ഏഷ്യ അവാർഡാണ് കേരള ടൂറിസത്തിന് ലഭിച്ചത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ആവാസ വ്യവസ്ഥകളുടെ പരിരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം, ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പുതിയ പദ്ധതികൾ എന്നീ ഘടകങ്ങളാണ് കേരളത്തെ നേട്ടത്തിന് അർഹമാക്കിയത്. ഡൽഹിയിലെ ബിക്കാനീർ ഹൗസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അവാർഡ് ഏറ്റുവാങ്ങി. കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കും അനുയോജ്യമായ ടൂറിസം രീതികൾ വികസിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും കേരളം പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. കേരളം അന്താരാഷ്ട്ര തലത്തിൽ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങളുടെ മാതൃകാ ഹബ്ബായി മാറ്റുകയെന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള പരിശ്രമം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ സുസ്ഥിര ജനകീയ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് കേരളം നൽകുന്ന പ്രാധാന്യം കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കി. കഴിഞ്ഞ 3.5 വർഷക്കാലത്തിനിടയിൽ സുസ്ഥിര വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ പദ്ധതികൾക്ക് ലണ്ടൻ ട്രാവൽ മാർട്ടിൽ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര ദേശീയ പുരസ്കാരങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. മിനി ദിശ 2024 ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു.
കൂടാളി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം മിനി ദിശ 2024 കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ മട്ടന്നൂർ നിയോജക മണ്ഡലം MLA KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസന്റ് കൗൺസിലിംഗ് സെൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളെ ഉന്നത കരിയറുകൾ സ്വീകരിക്കാൻ സജ്ജരാക്കുക എന്നതാണ് പ്രദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ അധ്യക്ഷയായിരുന്നു. കണ്ണൂർ RDD R രാജേഷ് കുമാർ മുഖ്യ അതിഥിയായി. CGC സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് K സുനിൽ KDAT ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മാസ്റ്റർ KV മനോജ് മുഖ്യ പ്രഭാഷണം നടത്തി. തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ CG ആൻഡ് AC കൺവീനർ C മനീഷ് പദ്ധതി വിശദീകരണം നടത്തി. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ KD രാമകൃഷ്ണൻ നമ്പ്യാർ, MK അരുൺകുമാർ, KK രവീന്ദ്രൻ, C ബിപിൻ, V സ്വാതി, R റിജ, ശരത് പ്രഭാത്, CM രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് K ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടുന്ന വിഷയത്തിൽ വിവരാവകാശ കമ്മീഷൻ വിധി പറയൽ മാറ്റി. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ഉത്തരവ് പുറത്തുവിടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ പുതിയ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് വിധി പറയൽ മാറ്റിയത്. പരാതി പരിശോധിച്ചതിനു ശേഷമായിരിക്കും പൂർണ്ണരൂപം പുറത്തുവിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഹേമ കമ്മിറ്റി നൽകിയ ശുപാർശകൾ നടപ്പാക്കാനുള്ള എല്ലാ നടപടിയും സർക്കാർ സ്വീകരിച്ചെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരുന്നു. കോടതി നിർദ്ദേശങ്ങൾ അതുപോലെ പാലിച്ചിട്ടുണ്ട്. കമ്മീഷൻ പുറത്തുവിടരുതെന്ന് പറഞ്ഞ ഭാഗങ്ങൾ മാത്രമാണ് പുറത്തുവിടാതിരുന്നത്. കേസ് ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. കോടതിയും കമ്മീഷനും ഇക്കാര്യങ്ങൾ പുറത്തു വിടാൻ പറഞ്ഞാൽ സർക്കാരിന് എതിർപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ സിനിമയിലെ സ്ത്രീ പക്ഷത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒപ്പമാണ്. കേരളത്തിലെ സിനിമാ രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് WCD നൽകിയ അപ്പീലിന്റെ വെളിച്ചത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിലവിൽ വരുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മഹാവികാസ് അഘാഡി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിച്ചു. നിയുക്ത MLA മാർ കൂട്ടായി സഭ വിട്ടിറങ്ങി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ വിധിയല്ല, ഇത് EVMന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിധിയാണെന്ന് ശിവസേന നേതാവ് ആദിത്യ തക്കറെ പ്രതികരിച്ചു. EVMകൾ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഇന്നത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണെന്നും അദ്ദേഹം വിശദമാക്കി. സമാജ്വാദി പാർട്ടി അംഗങ്ങളായ അബു അസീം അസ്മിയും റായിസ് ഷെയ്ഖും സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ പങ്കെടുത്തു. 288 MLA മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടിയുള്ള മഹാരാഷ്ട്ര നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ശനിയാഴ്ച മുതൽ 3 ദിവസത്തേക്കാണ് ചേരുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പ്, വിശ്വാസ വോട്ടെടുപ്പ്, ഗവർണറുടെ അഭിസംബോധന എന്നിങ്ങനെ നടപടിക്രമങ്ങൾ 3 ദിവസങ്ങളിലായി നടക്കും. മുതിർന്ന BJP നേതാവ് കാളിദാസ് കോൾംബക്കറാണ് പ്രോട്ടേം സ്പീക്കർ. സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നീസും ഉപമുഖ്യമന്ത്രിയായി ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. കാൽപന്തിന്റെ ആവേശം നിറച്ച് MLA കപ്പ്. അഴീക്കോട് മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മഴവില്ലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്കൂൾ ഫുട്ബോൾ ഫെസ്റ്റിന്റെ ഫൈനൽ റൗണ്ടിൽ MLA കപ്പിനായി ആവേശകരമായ പോരാട്ടം പള്ളിക്കുന്നിലെ കിയോ ടർഫിൽ അരങ്ങേറി. 8 മുതൽ 12ാം തരം വരെയുള്ള പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ EMS ഹയർ സെക്കൻഡറി സ്കൂൾ പാപ്പിനിശ്ശേരി ജേതാക്കളായി. MLA കപ്പ് സ്വന്തമാക്കി. ഇതിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ GHSS കണ്ണാടിപ്പറമ്പും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ CHSMKS വളപട്ടണവും റണ്ണേഴ്സായി. LP വിഭാഗം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂൾ ജേതാക്കളായി MLA കപ്പ് നേടി. നാറാത്ത് മാപ്പിള LP സ്കൂളാണ് റണ്ണേഴ്സ്. LP വിഭാഗം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ GMLPS മാങ്കടവാണ് ജേതാക്കളായി MLA കപ്പ് നേടിയത്. തളാപ്പ് ഇസ്സത്തുൽ ഇസ്ലാം LP സ്കൂളാണ് റണ്ണേഴ്സ്.
UP വിഭാഗം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അഴീക്കോട് HSS ജേതാക്കളായി. MLA കപ്പ് നേടി. ചെങ്ങനിപ്പടി UP സ്കൂളാണ് റണ്ണേഴ്സ്. UP വിഭാഗം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ രാമജയം UP സ്കൂൾ MLA കപ്പ് നേടി. പുഴാതി നോർത്ത് UP സ്കൂളാണ് റണ്ണേഴ്സ്. രാവിലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. KV സുമേഷ് MLA അധ്യക്ഷനായി. വൈകിട്ട് സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ജേതാക്കൾക്കും സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് T സർല റണ്ണേഴ്സിനും ട്രോഫികൾ സമ്മാനിച്ചു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അനിൽകുമാർ, വാർഡ് കൗൺസിലർ A കുഞ്ഞമ്പു, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം വിനോദ്, വളപട്ടണം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രജിത്ത്, KP ജയബാലൻ എന്നിവർ സംസാരിച്ചു. സിറാജുദ്ദീൻ, സനൽകുമാർ, അരുൺ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. വ്യക്തിഗത ചാമ്പ്യന്മാർക്ക് മൊമന്റോയും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകി. 100-ലധികം ടീമുകളാണ് പഞ്ചായത്ത് തല ഫുട്ബോൾ ഫെസ്റ്റിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. CPIM മട്ടന്നൂർ ഏരിയ സമ്മേളനത്തിന് തുടക്കം. പട്ടാനൂർ KPC ഹയർ സെക്കൻഡറി സ്കൂളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. K ഭാസ്കരൻ, N ഷാജിദ്, K സിറാജ്, K ശോഭന എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. T കൃഷ്ണൻ പതാക ഉയർത്തി. ഏരിയ സെക്രട്ടറി M രതീഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TV രാജേഷ്, വത്സൻ പനോളി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M സുരേന്ദ്രൻ, P ഹരീന്ദ്രൻ, P പുരുഷോത്തമൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് കുര്യൻ, MV സർള, NV ചന്ദ്രബാബു, CV ശശീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൺവീനർ C രാജീവൻ സ്വാഗതം പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിച്ചു. നാളെ പുതിയ കമ്മിറ്റിയും ഏരിയ സെക്രട്ടറിയും തിരഞ്ഞെടുക്കും. വൈകിട്ട് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടക്കും. തുളച്ച കിണർ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. ഇടറാതെ മുന്നോട്ട് ചുവടുവയ്ക്കൂ. കാലവേൽപ്പിച്ചൊരി ചെങ്കൊടി ദൃഢമാർന്ന കൈകളാലേറ്റുവാങ്ങൂ. മനസ്സും തുനിയാത്ത ശിരസുമായി ഇടറാതെ മുന്നോട്ട് ചുവടുവയ്ക്കൂ. കാലവേൽപ്പിച്ചൊരി ചെങ്കൊടി ദൃഢമാർന്ന കൈകളാലേറ്റുവാങ്ങൂ. ഓർത്തു നോക്കൂ
കേരള സെൻട്രൽ സ്കൂൾ ജില്ലാതല കായികമേള തലശ്ശേരിയിൽ. കേന്ദ്ര സിലബസ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ 4ാമത് ജില്ലാ കായികമേള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 16 തലശ്ശേരി ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കും. ജില്ലയിലെ CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയ, നവോദയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ഡിസംബർ 9 മുമ്പായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. കേന്ദ്രീകൃത പോർട്ടൽ വഴിയാണ് രജിസ്ട്രേഷൻ. ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 3 ഇനങ്ങളിൽ പങ്കെടുക്കാം. സ്പോർട്സ് മീറ്റിന്റെ ലോഗോ അസിസ്റ്റന്റ് കളക്ടർ രന്തേ സായി കൃഷ്ണ പ്രകാശനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ, സെക്രട്ടറി AV പ്രദീപൻ, CMI ക്രൈസ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഷാൻഡു വളയത്ത്, ഭാരതീയ വിദ്യാഭവൻ പ്രിൻസിപ്പൽ ഗീതാഞ്ജലി സുനിൽ എന്നിവർ സന്നിധരായിരുന്നു. ജില്ലാതല മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ജനുവരി ആദ്യവാരം എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന തല മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. വിജയികൾക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സർട്ടിഫിക്കറ്റുകൾ നൽകും. ഏകീകൃത രീതിയിലായിരിക്കും മത്സരങ്ങൾ നടത്തുകയെന്ന് സംസ്ഥാന ജനറൽ കൺവീനർ ഡോക്ടർ ഇന്ദിര രാജൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. നാട്ടക്കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 24, 25, 26 തീയതികളിൽ കാനായി യമുന തീരം റിസോർട്ടിൽ ത്രിദിന നാടകശില്പശാല എഡിഫിസോ ഒരുങ്ങുന്നു. ദേശീയ അന്തർദേശീയ നാടക സ്ഥാപനങ്ങളിൽ നിന്നും പരിശീലനം സിദ്ധിച്ച അക്കാദമിക് വിദഗ്ധരാണ് ക്യാമ്പ് നയിക്കുന്നത്. അഭിനയം, സംവിധാനം, നിർമ്മിതി തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം നൽകുന്നത്. ഡയറക്ടറും സംവിധായകനും അഭിനേത്രിയുമായ ജെ. ശൈലജ ക്യാമ്പ് നയിക്കും. അഹല്യ സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് സ്ക്രീൻ ആക്ടിംഗ് മേധാവി TN കുമാരദാസ്, സംവിധായകനും കമ്മ്യൂണിറ്റി തിയേറ്റർ പരിശീലകനുമായ അബീഷ് ശശിധരൻ, കാലടി സർവകലാശാല തിയേറ്റർ ഫാക്കൽറ്റി വിനോദ് കുമാർ K എന്നിവർ വിവിധ സെഷനുകൾ കൈകാര്യം ചെയ്യും. ഇനി ഞാൻ ഒഴുകട്ടെ 3ാം ഘട്ടം ജില്ലാതല ഉദ്ഘാടനം ഞായറാഴ്ച. ജില്ലയിലെ മുഴുവൻ തോടുകളും ശുചീകരിക്കുന്ന വിപുലമായ ക്യാമ്പയിന് 2024 ഡിസംബർ 8 തുടക്കമാവും. മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷന്റെ പിന്തുണയോടെയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിന്റെ 3ാം ഘട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. പിണറായി ഗ്രാമപഞ്ചായത്തിലെ വെണ്ടുട്ടായി പാറത്തോട് ശുചീകരിച്ചുകൊണ്ടാണ് ക്യാമ്പയിന് തുടക്കം കുറിക്കുക. 8 രാവിലെ 10 മണിക്ക് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ജില്ലാ കേരളോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ കേരളോത്സവം ഡിസംബർ 27, 28, 29 തീയതികളിൽ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നതിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർപേഴ്സണായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിയെയും വർക്കിംഗ് ചെയർപേഴ്സണായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരളയെയും ജനറൽ കൺവീനറായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ചൈനീസ് സൂസൻ ജോണിനെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പാനൽ അവതരിപ്പിച്ചു. യുവജനക്ഷേമ ബോർഡ് ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ K പ്രസീത പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ T സരള, UP ശോഭ, കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രമേശൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ സരിൻ ശശി തുടങ്ങിയവർ സംബന്ധിച്ചു. മാടായി മാട്ടൂൽ തീരദേശ ഹൈവേ യാഥാർത്ഥ്യത്തിലേക്ക്. മാടായി മാട്ടൂൽ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്ന് M വിജിൻ MLA പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിലെ മാടായി പഞ്ചായത്തിലെ ചൂട്ടാട്ട് മുതൽ മാട്ടൂൽ പഞ്ചായത്തിലെ മാട്ടൂൽ സൗത്ത് വരെ കടന്നുപോകുന്ന തീരദേശ ഹൈവേയുടെ അലൈൻമെന്റ് ചർച്ച ചെയ്യുന്നതിനായി MLA കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കിഫ്ബി ധനസഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ അന്തർദേശീയ നിലവാരത്തിൽ സൈക്കിൾ പാതയോടെ 12.7 കിലോമീറ്റർ നീളത്തിലും 14 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന തീരദേശ ഹൈവേയിൽ മാടായി രാമന്തളി പഞ്ചായത്തുകളിലെ ചൂട്ടാട് പാലക്കോടിനെ ബന്ധിപ്പിക്കുന്ന ഓലക്കാൻ കടവ് പാലവും മാട്ടൂൽ അഴീക്കോട് പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന മാട്ടൂൽ സൗത്ത് അഴീക്കൽ പാലവും നിർമ്മിക്കും.
ഇതോടെ എളുപ്പത്തിൽ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അധികം ഭൂമിയോ കൂടുതൽ കെട്ടിടങ്ങളോ ഏറ്റെടുക്കേണ്ടി വരില്ലെന്ന് മാട്ടൂൽ മാടായി തീരദേശ ഹൈവേ പദ്ധതിയുടെ പ്രത്യേകതയാണ്. പദ്ധതിയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ 11 ബുധനാഴ്ച പദ്ധതി പ്രദേശം ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സന്ദർശിക്കും. ഭൂമി ഏറ്റെടുക്കലിന് മുന്നോടിയായി സാമൂഹ്യ ആഘാത പഠനം നടത്തി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ന്യായമായ നഷ്ടപരിഹാര പാക്കേജാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നതെന്നും MLA അറിയിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനത്തോടൊപ്പം മത്സ്യബന്ധനം, ടൂറിസം ഉൾപ്പെടെയുള്ള വ്യാപാര വാണിജ്യ മേഖലകൾക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. യോഗത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുനിൽ കൊയിലേരിയൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ KV, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K ഫാരിഷ ടീച്ചർ, സഹീദ് കൈക്കാരൻ, വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PV പ്രദീപൻ, PV വേണുഗോപാൽ, K ഭാർഗവൻ, നസീർ B മാട്ടൂൽ, SU റഫീഖ്, KV ഉത്തമൻ, ജോയ് ചൂട്ടാട്, B ഹംസ ഹാജി, സുരേഷ് ബാബു PT പയ്യന്നൂർ, കണ്ണൂർ താലൂക്ക്, മാടായി, മാട്ടൂൽ, റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. 10 പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ്, കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് എന്നിവിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ 10 ഈ വാർഡ് പരിധിയിലെ കേരള സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM അവധി പ്രഖ്യാപിച്ചു. ഈ വാർഡുകളിലെ വോട്ടർമാരായ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നിയമാനുസൃത കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവർ പ്രസ്തുത വാർഡിലെ വോട്ടറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം അപേക്ഷിക്കുന്ന പക്ഷം സ്വന്തം പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്നതിന് അനുമതി നൽകണമെന്ന് ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM നിർദ്ദേശിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങൾ, IT മേഖല, പ്ലാന്റേഷൻ മേഖല ഉൾപ്പെടെ എല്ലാ സ്വകാര്യ വ്യവസായ, വാണിജ്യ, വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ പ്രസ്തുത വാർഡിൽ വോട്ടറാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം അപേക്ഷിക്കുന്ന പക്ഷം സ്വന്തം പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം സ്ഥാപന ഉടമകൾ സ്വീകരിക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. ഫോൺ 049727000353. ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മാടായി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് മാടായി, കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് ചേങ്ങോം എന്നീ വാർഡ് പരിധികളിലെ എല്ലാ മദ്യ ഷോപ്പുകൾക്കും ഡിസംബർ 8 വൈകിട്ട് 6 മണി മുതൽ ഡിസംബർ 11 വൈകിട്ട് 6 മണി വരെ ഡ്രൈ ഡേ ആയിരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADM പ്രഖ്യാപിച്ചു. ഈ കാലയളവിൽ വ്യക്തികൾ മദ്യം സംഭരിക്കുന്നതും അനധികൃത മദ്യവ്യാപാരവും നടക്കുന്നില്ലെന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഉറപ്പാക്കണമെന്ന് ഉത്തരവിട്ടു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.